ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു kopyknight. ഞാൻ അഭിജിത്ത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ചെറിയ അൺബോക്സിംഗ് വീഡിയോ ആണ്. ഇൻകോ എന്ന ബ്രാൻഡിന്റെ മെക്കാനിക് ഗ്ലൗസ് ആണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇൻകോ എന്ന ബ്രാൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു പുതിയ ചൈനീസ് ബ്രാൻഡാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇതിന്റെ ഗ്ലോബൽ റിവ്യൂസും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇതിന്റെ ഓരോ പ്രൊഡക്റ്റും നല്ല ക്വാളിറ്റി വൈസ് ഓക്കെ ആണെന്നാണ് ഉപയോഗിച്ചവർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ പരിചയപ്പെടുത്തുമ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇൻകോന്റെ ഏതെങ്കിലും പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങാൻ ഉദ്ദേശമുള്ളവർ നിങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. പിന്നെ ഈ ഗ്ലൗസിലേക്ക് വന്നാൽ ഞാനത് ആമസോൺ വഴിയാണ് ഓർഡർ ചെയ്ത്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ്. പിന്നെ ഈ ഗ്ലൗസിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു മൾട്ടി ഫംഗ്ഷനാലിറ്റി പെർഫോം ചെയ്യുന്ന ഒരു ഗ്ലൗസ് ആണ്. ഇത് മെക്കാനിക് ഗ്ലൗസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു തെറ്റിദ്ധാരണ വരെ അത് സേഫ്റ്റി ഗ്ലൗസ് ആയിരിക്കും. ഈ വർക്ക്ഷോപ്പിൽ മെഷീൻ ടൂൾസ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഗ്ലൗസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള സേഫ്റ്റി ഗ്ലൗ ആണെന്ന് വിചാരിക്കാം. പക്ഷേ സേഫ്റ്റി ഗ്ലൗ എന്ന രീതിക്ക് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. പക്ഷേ മെറ്റീരിയൽസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാനും അതേപോലെ ഡ്രില്ലിംഗ് പർപ്പസിന് എന്തെങ്കിലും ഗ്രൈൻഡ് ചെയ്യാനൊക്കെ മെഷീൻ ഹോൾഡ് ചെയ്യാനൊക്കെ നമുക്കിത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മറ്റൊരു ഫംഗ്ഷൻ നോക്കിയാൽ ഇത് DIY ക്രാഫ്റ്റിംഗ് വർക്കിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്കിത് റൈഡിങ് ഗിയർ ആയിട്ടും ഉപയോഗിക്കാൻ പറ്റും. ബൈക്ക് റൈഡിങ്ങിനും കാര്യങ്ങളൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ അവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വെഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു മെക്കാനിക് ഗ്ലൗ ആണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ്ങും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ചെറിയ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഈ വീഡിയോ എന്തായാലും ഫിനിഷ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ആമസോണിൽ നിന്നാണ് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കവറിലാണ് നമുക്ക് പ്രോഡക്റ്റ് വന്നത്. എന്തായാലും ഇത് നമുക്ക് പൊട്ടിച്ച് നോക്കാം. പ്രത്യേകിച്ച് കവറിങ് കാര്യങ്ങളൊന്നും ഈ ഗ്ലൗസിൽ കൊടുത്തില്ല. അത് മാത്രമല്ല ഒരു ബോക്സോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഗ്ലൗവ് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ടാഗും ഉണ്ട്. അപ്പോൾ പാക്കേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ മോശമായി പോയി. ഇതിലെന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളൊക്കെ പറ്റാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിലാണ് പ്രോഡക്റ്റ് നമുക്ക് പാക്കേജിൽ വന്നിട്ടുണ്ടായത്. ഇന്ന് നമുക്ക് ഈ ടാഗൊക്കെ പിടിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ യൂസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ടാഗിൽ വലിയ കാര്യമായിട്ട് ഒന്നും ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നുമില്ല. ആകെ ഒരു ബാർകോഡ് കാണാൻ പറ്റും. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ പറ്റിയത് എന്തായാലും ഒറിജിനൽ പ്രോഡക്റ്റ് ആണ്. പിന്നെ ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. XL ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ XL ആണ് ഞാൻ എടുത്തപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. വേറെ സൈസിലുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കയറിയാൽ അറിയാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ബാക്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബ്രാൻഡ് നെയിമും ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് ടാഗിൽ വരുന്നത്. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഗ്ലൗസിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് റിസ്റ്റിൻ്റെ ഭാഗത്ത് ഇൻകോൻ്റെ ഒരു ബ്രാൻഡ് നെയിം കാണാൻ പറ്റും. അവിടെ തന്നെയാണ് നമുക്ക് ഈ വെൽക്രോമിൻ്റെ സ്ട്രാപ്പ് വരുന്നത്. പിന്നെ ഈ ഗ്ലൗസിൻ്റെ പുറം ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ പോളിസ്റ്റർ മെറ്റീരിയലാണ് വരുന്നത്. ഇവിടെയൊക്കെ പോളിസ്റ്റർ ആണ് വരുന്നത്. ഇവിടെ ഒരു സ്പോഞ്ച് മെറ്റീരിയലാണ് വരുന്നത്. ഈ ഭാഗത്ത് യെല്ലോ ഭാഗമൊക്കെ പോളിസ്റ്റർ ആണ്. പിന്നെ ഇതും പോളിസ്റ്റർ ആണ്. അതുകൂടാതെ നമ്മുടെ ഫിംഗറിൻ്റെ ടിപ്സിൽ വരുന്ന ഭാഗത്ത് വരുന്നത് ഫോക്സ് ലെതർ എന്ന് പറഞ്ഞൊരു മെറ്റീരിയലാണ്. അത് ഹൈലി ഡ്യൂറബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. വാട്ടർ പ്രൂഫാണ്. അത് തന്നെയാണ് പാമിൻ്റെ ആ സൈഡിലും വരുന്നത്. ഈ പാം സൈഡിൽ വരുന്നത് ഫോക്സ് ലെതർ തന്നെയാണ്. അതിൽ നല്ല സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഗുഡ് ലുക്കിംഗ് ആണ്. പിന്നെ ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഒരു സേഫ്റ്റി ഗ്ലൗവിൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഇന്നർ സൈഡിൽ നോക്കുമ്പോഴും ഈ ഫോക്സ് ലെതറിൻ്റെ ഭാഗം തന്നെയാണ് കാണുന്നത്. പോളിസ്റ്ററിൻ്റെയും വേറെ സ്പോഞ്ചോ കാര്യങ്ങളൊന്നും ഉള്ളിൽ വരുന്നില്ല. പിന്നെ ഇതിനൊരു കുഷനിങ് എഫക്റ്റ് കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ സേഫ്റ്റി ഗ്ലൗവിൻ്റെ ഒരു പ്രത്യേകതയും ഇതിന് വരുന്നില്ല. ജസ്റ്റ് ഒരു മെക്കാനിക്കൽ ഗ്ലൗ എന്ന രീതിക്ക് നമുക്കിത് ഉപയോഗിക്കാനേ പറ്റൂ. പിന്നെ ഓവറോൾ അതിൻ്റെ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് നമുക്കിതൊന്ന് കയ്യിലിട്ട് നോക്കാം. എൻ്റെ കയ്യിൽ ഇത് നല്ല രീതിയിൽ ഫിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ XL ആണ്. എൻ്റെ കയ്യിലൊരു ഡയമെൻഷനൊക്കെ വെച്ചിട്ട് എനിക്ക് XL വേണം എന്നാണ് തോന്നുന്നത്. ഇതിലും കുറച്ച് വേറെ സൈസ് ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും നിങ്ങൾക്ക് ആ ലിങ്കിൽ പോയാൽ അറിയാൻ പറ്റും. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഡയമെൻഷനും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ 18 സെൻറ്റിമീറ്റർ ലെങ്ത്തും അതുപോലെ 8 സെൻറ്റിമീറ്റർ ആണ് ടോട്ടൽ വിഡ്ത്ത് വരുന്നത്. പിന്നെ 4 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ തിക്നെസ് വരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 175 grams ആണ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഫസ്റ്റ് ലുക്കിൽ വരുന്ന കാര്യങ്ങൾ. പിന്നെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കയ്യിലൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിലുള്ള ഗ്രിപ്പും കാര്യങ്ങളും കിട്ടുന്നുണ്ട്.
പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഇപ്പോൾ ഒരു ഹൈലി ഫ്രീ ആണ്. കൈ ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് കടത്തുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ളൊരു ഫ്രീഡം കിട്ടുന്നുണ്ട്. പക്ഷേ മറ്റുള്ള മെക്കാനിക്കൽ ഗ്ലൗസ് അല്ലെങ്കിൽ സേഫ്റ്റി ഗ്ലൗസ് ഉപയോഗിക്കുമ്പോൾ ആ ഫ്രീഡം നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടുന്ന കാര്യമുണ്ട്. കാരണം അതിൽ കുറച്ച് തിക്നെസ് ആയിട്ടുള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇപ്പം ഞാൻ സപ്പോസ് പറയുകയാണെങ്കിൽ നമുക്കൊരു എന്തെങ്കിലും എഴുതണമെങ്കിൽ പേനൊക്കെ ഹോൾഡ് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്കിതിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും. അതുപോലെ എന്തെങ്കിലും ചെറിയ ഒബ്ജക്ട്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ പിക്ക് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. അപ്പോൾ ഇത് നമ്മളൊരു ലോക്കൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച ഒരു ഗ്ലവ് ആണ്. ഇതിൻ്റെ ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് വർക്ക്ഷോപ്പ് ടൂൾസിന് വെൽഡിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഗ്ലവ് ആണ്. വലിയ ഒബ്ജക്ട്സും കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം മാത്രമേ ഇതിനുള്ളൂ. ചെറിയ ഒബ്ജക്ട്സ് ഒക്കെ ഹോൾഡ് ചെയ്യാൻ വളരെ പാടായിരിക്കും. ഇപ്പോൾ സപ്പോസ് നമ്മളൊരു പാൻ എടുത്ത് വെച്ചാൽ ഇതിങ്ങനെയൊക്കെ ഇരിക്കുക. അപ്പോൾ അത് നമുക്ക് ഇതിൽ നിന്ന് ഓവർകം ചെയ്യാൻ പറ്റും ഈ ഗ്ലൗസ് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് നമുക്ക് ഈ പാൻ എത്രയും ചുരുട്ടി പിടിക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ ഇതിൻ്റെ ഫ്രീഡം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു റെസ്ട്രിക്ഷൻ വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഞാൻ ഈ ഗ്ലൗസിൻ്റെ കുറച്ച് ഫങ്ഷനാലിറ്റി കാണിച്ചു തരാം. നമുക്കിത് ആദ്യം റൈഡിങ് ഗിയർ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ, അതായത് ബൈക്കിൽ റൈഡ് ചെയ്യാനൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്ന ഗ്ലൗസ് ആയിട്ട് ഇത് ഒന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ ഇതിന് എത്രയും ഫ്ലെക്സിബിലിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെന്ന് നമുക്ക് എന്താ വെച്ചാൽ നോക്കിയിട്ട് വരാം. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വർക്ക്ഷോപ്പിൽ മെഷീൻ ടൂൾസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഉള്ള ഇതിൻ്റെ ഗ്രിപ്പിങ്ങും ഫ്ലെക്സിബിലിറ്റിയും അതേപോലെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഒക്കെയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് ജസ്റ്റ് നോക്കിയിട്ട് വരാം. അപ്പോൾ ഈ ഗ്ലൗസിനെ കുറിച്ച് ഓവറോൾ പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഗ്ലൗസ് തന്നെയാണ്. ചൈനീസ് പ്രോഡക്റ്റ് ആയാൽ പോലും നല്ല രീതിയിലുള്ള ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതിന് കമ്പനി ഓഫർ ചെയ്തിരിക്കുന്ന എല്ലാ ഫങ്ഷൻസും നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ഒന്നുകൂടി പറയുകയാണ്, സേഫ്റ്റി ഗ്ലവ് ആണെന്ന് വിചാരിച്ച് ആരും വാങ്ങരുത്. സേഫ്റ്റി ഗ്ലൗസിന് കിട്ടുന്ന പ്രൊട്ടക്ഷനും കാര്യങ്ങളൊന്നും ഇതിൽ നിന്ന് വിചാരിക്കരുത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാൻ, എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ ചോദിക്കാവുന്നതാണ്. എല്ലാത്തിനും ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഒരു ചെറിയ ബ്രേക്ക്.